രാത്രി കൂരിരുട്ടിന്റെ കമ്പളം പുതച്ച് ആ ഗ്രാമം നിദ്രയിലാണ്ടു. നിലാവ് പോലും മിഴിപൂട്ടി നിന്ന ആ രാത്രിയിലായിരുന്നു അമ്പുവും അനിയനും തങ്ങളുടെ പ്രിയപ്പെട്ട ഗ്രാമം ഉപേക്ഷിച്ച് യാത്ര തിരിച്ചത്. പ്രതിരോധം തീർക്കുക എന്നതിലപ്പുറം അഭയസ്ഥാനത്ത് ചെന്നെത്തുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് കേളക്കുറുപ്പിന്റെ നാട്ടുഭരണകാലത്ത് മുത്തിപ്പാറയ്ക്ക് താഴെ ദുർമന്ത്രവാദത്തിനും ആഭിചാരത്തിനും പേരുകേട്ട ഒരു തറവാടുണ്ടായിരുന്നു, ചൊല്ലകത്ത് മന. മനക്കിലെ രുദ്രൻ തമ്പ്രാന്റെ മന്ത്രശക്തിയാൽ യക്ഷിയായ നീലിയും കരിങ്കുട്ടിയും വരെ അദ്ദേഹത്തിന് സേവക്കാരായിരുന്നു. ദുർമന്ത്രവാദത്തിൽ തന്നെ ആരും തോൽപ്പിക്കാതിരിക്കാനും അജയ്യനായി തീരാനുമായി എന്തു ചെയ്യണമെന്നായിരുന്നു രുദ്രൻ തമ്പ്രാന്റെ ചിന്ത. ഒരിക്കൽ ഗുരുനാഥനായ കീർത്തിനാഥൻ അദ്ദേഹത്തിനൊരു ഉപദേശം നൽകി. 2 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ജ്യോതിർ പൗർണമിക്ക് മുൻപ് കറുത്ത വാവിന് 7 നാഴിക മുൻപേ ജനിച്ച ഒരു ബാലനെ കുരുതി നൽകണം. അങ്ങനെ ഒരു ബാലനെ കണ്ടെത്താൻ ഇനി എന്തു ചെയ്യും? നിമിഷനേരം കൊണ്ട് കാറ്റിന്റെ വേഗത്തിൽ സകല ദേശങ്ങളും ചുറ്റിവരാൻ കഴിവുള്ള കരിനീലനെയും അവന് കൂട്ടായി ചെമ്പടനെയും പ്രത്യേകമായി ചട്ടം കെട്ടി തമ്പ്രാൻ കാവിന് പുറത്തുവിട്ടു. തന്റെ അനുജനെ അന്വേഷിച്ചാണ് അവർ വരുന്നതെന്നറിഞ്ഞ അമ്പു അവനെയും കൂട്ടി മാണിക്യവയൽ കടന്ന് തങ്ങളുടെ കുലദൈവമായ പുഴയ്ക്കൽ വേടരുടെ കാവിലേക്ക് നേരം പുലരാൻ കൂടി കാത്തു നിൽക്കാതെ യാത്ര ആരംഭിക്കുകയായിരുന്നു. കാട് കടന്ന് വേടരുടെ കാവണഞ്ഞാൽ പിന്നെ ഏതാപത്തിൽ നിന്നും രക്ഷ നേടാനാകുമെന്ന് പണ്ട് അച്ഛനിൽ നിന്നും കേട്ടറിഞ്ഞ അമ്പു ആ പ്രതീക്ഷയോടെയാണ് അനിയനെയും കൂട്ടി ഗ്രാമം വിട്ടത്. ചെന്താമരപ്പൂവിൻ ചന്തം കാണക്കുള്ള ചെന്തളിർപ്പൂമേനി വിനീതയോ ഇട്ടേറ്റു മലവാ